സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഗെയിം പ്ലേ ഓഫ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു വേൾഡ് ഉണ്ടാക്കും, അത് ഡിലീറ്റ് ചെയ്യും, പിന്നെ അടുത്ത വേൾഡ് ഉണ്ടാക്കും, പിന്നെ പുതിയ സീരീസ് കൊടുക്കും. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടാവായിരിക്കില്ല. തുടക്കത്തിൽ തന്നെ ഇൻട്രോ കൊടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവണല്ലേ. അപ്പോൾ ഗൈസ്, എനിക്ക് ഈ വീഡിയോയിൽ മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വില്ലേജ് കണ്ടുപിടിക്കണം, അതിനൊപ്പം തന്നെ ഒരു ഹൗസും പണിയിടാം ഈ വേൾഡിൽ. അപ്പോൾ ഗൈസ്, എനിക്ക് തുടക്കത്തിൽ തന്നെ ഒരു വില്ലേജ് കിട്ടി. അപ്പോൾ ആ വില്ലേജിലേക്ക് നമ്മൾ പോയിട്ട് വില്ലേജ് കണ്ടുപിടിക്കുമ്പോൾ എളുപ്പമായി. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ വില്ലേജ് ഉണ്ടായിരുന്നൊരു ഉപകാരമായി. വില്ലേജിൽ പോയിട്ട് നമുക്കൊരു വീടൊക്കെ പണിയിടത്ത്. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ആദ്യം തന്നെ കാണുന്നൊരു ബ്ലാക്ക് സ്മിത്തിൻ്റെ ഒരു ഹൗസാണ്. അപ്പോൾ ആ ഹൗസിനകത്ത് പോയിട്ട് ലൂട്ട് ചെയ്ത് നമുക്ക് കുറച്ചൊക്കെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളെ 540 സബ്സ്ക്രൈബറിലാണ് നമ്മുടെ എയിം. അപ്പോൾ 540 സബ്സ്ക്രൈബറിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും. അപ്പോൾ നമുക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ ഹൗസിലെ ചെസ്റ്റിനകത്ത് നമുക്ക് ഒരു അത്യാവശ്യം നല്ല ലൂട്ട് കിട്ടിയ ഒരു ചെസ്റ്റ് പ്ലേറ്റും 2 ബൂട്ടും പിന്നെ ആപ്പിളും പിന്നെ 3 ഓക്സ് ആപ്പിളിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റും പിന്നെ ബൂട്ട് ഇപ്പോഴത്തേക്ക് ഇട്ട് വെച്ചു. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതുപോലെ തന്നെ കുറേ ബ്ലാക്ക് സ്മിത്തിൻ്റെ ഹൗസ് ലൂട്ട് ചെയ്തിട്ട് നമുക്കിനി വീടുണ്ടാക്കാൻ പോകാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ ഹൗസ് ലൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേറൊരു ബ്ലാക്ക് സ്മിത്തിനെ ലൂട്ട് ചെയ്തു. അതിനകത്ത് എനിക്ക് 11 അയണും പിന്നെ 3 ആപ്പിളും കിട്ടി. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ എൻ്റെ ഒരു മൈൻക്രാഫ്റ്റ് ഹൗസ് പണിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റപ്പിനകത്തായി. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഇത്തിരി ഷവലും അതൊക്കെ ഉണ്ടാക്കി വെക്കണം. അത് കഴിഞ്ഞ് ഒരു പ്ലെയിൻ ഏരിയ ഉണ്ടാക്കണം, ചെറിയൊരു പ്ലെയിൻ ഏരിയ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഷീൽഡ് ഉണ്ടാക്കി, അയൺ വെച്ച് പിന്നെ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കി. അപ്പോൾ ഗൈസ്, അത് കഴിഞ്ഞ് നമുക്ക് ഇത്തിരി ചെറിയൊരു ഭാഗം പ്ലെയിൻസ് ആക്കി എടുക്കണം. അപ്പോൾ ആ പ്ലെയിൻസ് ആക്കി എടുക്കുന്ന ഭാഗമൊക്കെ ഞാൻ മൊത്തം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വെക്കാൻ പോവാം. അപ്പോൾ ഗൈസ്, എനിക്ക് ആക്കാനുള്ള ആവശ്യമുള്ള എല്ലാ ഭാഗമൊക്കെ പ്ലെയിൻ ആക്കി വെച്ചു. പിന്നെ വീട് പണിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഷവലുകൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര ഇതൊക്കെ വേണമെന്ന് വെച്ച്. അപ്പോൾ ഗൈസ്, ഞാൻ അത് മാത്രമല്ല, എനിക്ക് മൈൻക്രാഫ്റ്റിൽ ഞാൻ ഒരു SMP ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലേസ് SMP എന്നാണ്, ലൈഫ് സ്റ്റൈൽ SMP ആണത്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും എൻ്റെ ഡിസ്കോഡ് സെർവർ ജോയിൻ ചെയ്യുക. ഡിസ്കോഡ് സെർവറിൻ്റെ ലിങ്ക് ഞാൻ ചാനലിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് വീട് പണിയാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ലോഗും അതൊക്കെ റിസോഴ്സസൊക്കെ കളക്ട് ചെയ്യണം. അപ്പോൾ റിസോഴ്സസ് കളക്ട് ചെയ്തിട്ട് ഞാൻ വീടൊക്കെ എല്ലാവരും പണിത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം.
അപ്പോൾ ഗൈസ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹൗസൊക്കെ പണിത് കഴിഞ്ഞു. അപ്പോൾ മൈൻക്രാഫ്റ്റ് ഹൗസ് കാട്ടുന്നതിനേക്കാൾ മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരൊക്കെ ഉണ്ട് അവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ 540 സബ്സ്ക്രൈബറിലേക്ക് എത്തിയത്, അതാണ് എൻ്റെ എയിം. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ വീഡിയോ മൈൻക്രാഫ്റ്റിലത്തെ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ റേറ്റ് ചെയ്യുക 10 ഔട്ട് ഓഫ് 10. അപ്പോൾ ഗൈസ് ഞാൻ നിങ്ങളെ വീടിൻ്റെ ഉൾഭാഗമൊക്കെ കാട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. പിന്നെ നമ്മൾ നേരെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ചെസ്റ്റ് അതൊക്കെ ഉണ്ടാവും. അവിടുന്ന് ലെഫ്റ്റും റൈറ്റിലേക്കുള്ള ഡോറൊക്കെ ഫാം ഏരിയക്കുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്യാരറ്റ് ഫാമിൻ്റെ ഏരിയയാണ്. ഇവിടെ നമുക്ക് നൈസായിട്ട് നല്ല ക്യാരക്ടറൊക്കെ എടുക്കാം, ഫ്രഷ് ക്യാരക്ടറൊക്കെ. പിന്നെ ഗൈസ് നമ്മൾ ഈ വെള്ളം പിടിച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമാണ് എത്തുക മൈൻക്രാഫ്റ്റിലത്തെ. അപ്പോൾ ഗൈസ് നമ്മൾ ബാൽക്കണി ഇതാണ്. ഈ ഹൗസിൽ നമുക്ക് 3 ബാൽക്കണി ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത്തെ ബാൽക്കണി ഉണ്ടാവും. ഈ ബാൽക്കണി വെച്ച് നമുക്ക് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തറിയാം അവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അവസാനത്തെ ബാൽക്കണിയാണ് മെയിൻ ബാൽക്കണി, വീടിൻ്റെ ഫ്രണ്ടിലത്തെ ബാൽക്കണി. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ബാൽക്കണി. മുകളിലൊക്കെ ലോഗൊക്കെ വെച്ച് പണിതേക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ മൈൻക്രാഫ്റ്റിലത്തെ ഹൗസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് 10 ഔട്ട് ഓഫ് 10 എത്രയാണെന്ന് നിങ്ങൾ റേറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഞാൻ എല്ലാ റൂമും എല്ലാവരും കാട്ടിയൊന്നും വേണ്ട, അവസാനത്തെ ഒരു ഏരിയ മാത്രം കാട്ടാനുള്ളൂ. ആ ഏരിയയിൽ പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല, എന്നാലും വെറുതെ ഒരു ബാൽക്കണി പോലൊന്നും പറയാൻ പറ്റില്ല, ഉണ്ടാക്കി വെച്ചേക്കെന്താ. അപ്പോൾ ഇത് വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക്, ഏറ്റവും മുകൾ ഭാഗത്തേക്ക് കിടക്കാനുള്ള വഴിയാണിത്, ഏറ്റവും മുകൾ ഭാഗത്തേക്ക്. ആ വാട്ടർ വെച്ച് നമുക്ക് എല്ലായിടത്തേക്കും കിടക്കാം വീടിൻ്റെ. പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് നേരെ നോക്കി കഴിഞ്ഞാൽ വില്ലേജും പിന്നെ നല്ലൊരു സൺസെറ്റും കാണാൻ പറ്റും. അതുമാത്രമല്ല ഗൈസ് ഈ വീഡിയോയിൽ വോയിസ് ഓവറിങ്ങിൽ നിങ്ങൾക്ക് ക്വാളിറ്റി കുറവൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ക്വാളിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. ഗൈസ് എനിക്ക് വീടിൻ്റെ താഴേക്ക് പോകണമെങ്കിൽ എനിക്ക് നേരെ എലിവേറ്റർ വെച്ച് നമുക്ക് താഴേക്ക് പോകാം. പക്ഷേ ഞാൻ ഇവിടെ MLG വെച്ച് താഴേക്ക് പോയി നോക്കാം. ഇനി അത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മുകളിലേക്ക് വരേണ്ടി വരും ഇതൊക്കെ വെച്ച്. അപ്പോൾ ഗൈസ് വീടിൻ്റെ ബാക്ക് സൈഡും റൈറ്റ് സൈഡ് ഏരിയ ആണിത്. ഇവിടെ സ്കെൽട്ടനൊക്കെ കറങ്ങുന്നുണ്ട്, മോബ്സ്. എനിക്ക് പ്രശ്നമായിട്ടിരുന്നാൽ മതി, എന്തായാലും അവർ നമ്മളെ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് വേറൊരു വില്ലേജറിൻ്റെ ഹൗസിൽ കയറി അവിടെ ഇത്തിരി നേരം വെയിറ്റ് ചെയ്തിരുന്നു സ്കെൽറ്റൻ പോകും. അപ്പോൾ സ്കെൽറ്റൻ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നു. അപ്പോൾ ഞാൻ നോക്കാൻ നിന്നില്ല, ഡോറ് തുറന്ന് നേരെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചാൽ. അപ്പോൾ അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ അങ്ങനെ ഡോറ് തുറന്ന് നമ്മുടെ മെയിൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ സ്കെലറ്റിൻ്റെ ഒരു ആരോ കിട്ടി എനിക്ക്. അതൊന്നും നമുക്ക് വിഷയമല്ല, നമുക്ക് വീട്ടിലേക്ക് ചെന്നാൽ മതി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് ഡോറടിച്ച് നമ്മുടെ മെയിൻ ബെഡ്റൂമിലേക്ക് പോയിട്ട് അങ്ങനെ നമ്മുടെ ഹൗസിലെ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം. ഹൗസിലത്തെ ആദ്യത്തെ ഡേ ആണിത്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ മൈൻക്രാഫ്റ്റിൽ ഡേ 1 തൊട്ട് ഇപ്പോൾ ഡേ 12 വരെ ഇപ്പോൾ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ ആദ്യം ഒരു MLG ചെയ്തു. അപ്പോൾ എനിക്ക് MLG ഒന്നും കറക്റ്റായിട്ട് ആദ്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ച് തുടങ്ങണുള്ളൂ. ആദ്യം ഞാൻ ഇടയ്ക്കിട്ട് മൈൻക്രാഫ്റ്റ് സീരീസ് തുടങ്ങും, പിന്നെ അപ്പോൾ നിർത്തും. ആദ്യം അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഞാൻ ഇത് റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചേക്കാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ടിൽ ദെൻ ബൈ.